ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സായില ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിന് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ നിന്ന് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും, പിന്നെ ആണെങ്കിൽ ഇനി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നതും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മക്കളെ, നമുക്കൊരു പാസ് മാർക്ക് നമുക്കൊരു 25-30 മാർക്ക് വരെ നേടിത്തരും ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, ബാക്കി ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള സൂപ്പർ സിസ്റ്റ് കാണാം. ഫുൾ മാർക്കിന് വേണ്ടിട്ടോ, ഫുൾ മാർക്കിന് വേണ്ടി സൂപ്പർ സിസ്റ്റ് കാണുക. 60 ചോദ്യങ്ങൾ എണ്ണം പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഇതും കണ്ടു ചെയ്യുക. അതൊരു അഡ്വാൻസ്ഡ് ആവും. സോ എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഫസ്റ്റ് എക്സ്പ്ലെയിൻ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1G എന്നാണ് 1G 2G 1G 2G 3G 4G. അപ്പം ഈ 4 ജനറേഷൻസ് വളരെ അതിന്റെ ഓരോ പോയിന്റ്സും സാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഫുൾ ആയിട്ട് പഠിച്ചിരിക്കണം. അത് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് അല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ഡിഫറൻസ് എഞ്ചിൻ ആൻഡ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിൻ ഡിഫറൻസ്. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് പഠിച്ചാലും കുഴപ്പമില്ല. ഡിഫറൻസ് ആയിട്ട് നമ്മൾ ബോക്സ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. കൺവെർട്ട് 23.625 ബേസ് 10 to ബൈനറി. കൺവെർഷൻ ക്വസ്റ്റ്യൻസ്, കൺവെർഷൻ നമ്പർ കൺവെർഷൻസ് ഫുൾ ആയിട്ട് പഠിച്ചിരിക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കൺവെർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷൻ ഡെസിമൽ കേട്ടോ. ഫ്രാക്ഷൻ ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ കൺവെർഷൻ ഒക്കെ അറിയാം. ഇതിനെ നമുക്ക് 23 എന്താണ് മക്കളെ, ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് 23 ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചും 0.625 എന്താ മക്കളെ, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ്, കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്ക് ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഡ്രോ ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് A.B കോംപ്ലിമെന്റ് പ്ലസ് C കോംപ്ലിമെന്റ് അല്ലേ. അഥവാ നമുക്കാണെങ്കിൽ ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രാം ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് 5 മാർക്കിന്റെ എസ്സേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇതാണ് അനന്തര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡിഫറൻഷിയേറ്റ് റാം ആൻഡ് റോമും. റോം ഡിഫറൻസ് മാത്രമായിട്ട് ഒരു ബോക്സ് കൊടുത്തപ്പോൾ അതും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കി കളയല്ലേ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡ്രോ ദ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഒരു ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഫിഗർ കിടപ്പുണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, CPU, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്. ആ ഒരു ഫിഗറും ആ ഒരു രണ്ട് ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ചോദിക്കാറുണ്ട്. ദെൻ ഫംഗ്ഷൻ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചാൽ രണ്ട് സെയിം ഫിഗർ തന്നെ കേട്ടോ. അത് പഠിച്ചു വെച്ച രണ്ട് ബെനിഫിറ്റ് കേട്ടോ. രണ്ട് ബെനിഫിറ്റ് തന്നെയാണ്. സോ അതിരിക്കൽ മിസ്സാക്കി കളയല്ല. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ ഇൻ 5 ഇൻപുട്ട് ഡിവൈസ്. ഏതെങ്കിലും മിനിമം ഒരു 5 ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു വെച്ചേക്കാം. എസ് എ പാർട്ടിലുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. എന്ത് 5 ഇൻപുട്ട് ഡിവൈസ് മിസ്സാക്കി കളയല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. മക്കളെ, ഇ വേസ്റ്റ് എന്താണ്? റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്, റീയൂസ്, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്ന ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ഓഫ് വോയിസ്. പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്. അപ്പൊ ആ 4 ഫങ്ഷൻസ് ഓഫ് വോയിസ് മിസ്സാക്കി കളയില്ല. അതിന്റെ ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ എക്സ്പ്ലനേഷൻ കൂടുതൽ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ആ പേര് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കി കളയ കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ലിസ്റ്റ് ഓഫ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. എന്താണ് നമുക്ക് എന്താണ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, ദെൻ എന്താണ് കോഡിംഗ് ദ പ്രോഗ്രാം, ഡീബഗിംഗ്, ട്രാൻസ്ലേഷൻ, എക്സിക്യൂഷൻ, ടെസ്റ്റിംഗ്. ആ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ പഠിക്കട്ടോ. ആ ലിസ്റ്റ് ഓഫ് പ്രോസസിംഗ് പ്രോഗ്രാം ഫുൾ ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ പഠിച്ചിരിക്കുക. ചിലപ്പം ഓർഡർ തെറ്റിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ക്വസ്റ്റ്യൻസ് തരാം. സോ ഒരിക്കലും ഓർഡർ മിസ്സാക്കി കളയില്ല. ഓക്കെ അല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡ്രോ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് നമ്പർ ഫ്രം 10 to 100. 10 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനുള്ളവര്, അല്ലെങ്കിൽ 1 തൊട്ട് 100 പല റേഞ്ച്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന എനിക്ക് 1 തൊട്ട് 10 ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്ത് വായിക്കട്ടെ, അവിടെ ഇനിഷ്യലൈസേഷൻ വാല്യൂ മാറ്റി കൊടുത്താൽ ഇവിടെ നിന്നാണ് ഫസ്റ്റ് i=1 പകരം i=10 കൊടുത്താൽ അല്ലേ. അപ്പൊ അത്തരത്തിൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഷുവർ ആയിട്ട് വരുന്നത് കേട്ടോ. ഈ കൊല്ലം വരും. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാം. നിങ്ങൾക്ക് അറിയാം, ആകെ ഒറ്റ ടോപ്പിക് ഉള്ളൂ, ടോക്കൺ മാത്രമേ. ടോക്കൺ അതിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോക്കൺസ്, കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഈ 5 ടോക്കൺസ് പഠിച്ചിരിക്കണം, മിസ്സാക്കി കളയല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്. ക്യാർ ഉണ്ട്, ഇന്റ് ഉണ്ട്, ഫ്ലോട്ട്, ഡബിൾ വോയിഡ്. അപ്പൊ ഈ 5 ഡേറ്റ ടൈപ്സ് പഠിച്ചിരിക്കണം, മിസ്സാക്കി കളയല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം.
റൈറ്റ് ഇനി വൺ എക്സാമ്പിൾ ഓഫ് യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എക്സാമ്പിൾ നോക്കുന്നതാണ് പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് മൈനസ് മൈനസ് ഡിക്രിമെന്റ് അല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം എക്സ്പ്ലെയിൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട്. അപ്പൊ ഈ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. സ്ട്രക്ചർ നമ്മളെ ഹാഷുകളുടെ EOSTream യൂസിങ് നെയിംസ്പേസ് ഐഡന്റിഫയർ ഇന്ത്യ മെയിൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ കിടപ്പുണ്ട്. ആ സ്ട്രക്ചർ പഠിച്ചിരിക്കണം. ആ സ്ട്രക്ചറും അതിന്റെ എക്സാമ്പിളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും മിസ്സാക്കി കളയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരിക്കലും മിസ്സാക്കി കളയാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം എക്സ്പ്ലെയിൻ നെസ്റ്റഡ് ഡിഫൻസ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലാണെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ വളരെ ഇമ്പോർട്ടന്റ് നെസ്റ്റഡ് ഡിഫൻസ് അതിന്റെ എക്സ്പ്ലനേഷൻ, അത് അതിന്റെ സിന്റാക്സ് കേട്ടോ. സിന്റാക്സും ഒരു എക്സാമ്പിളും പഠിച്ചിരിക്കണം, മിസ്സാക്കി കളയല്. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് ലൂപ്പ്. എന്താണ് ഇനിഷ്യലൈസ് ആണ്. ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആ ഒരു എലമെന്റ്സ് ഓഫ് ലൂപ്പ് കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം, മിസ്സാക്കി കളയല്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം റൈറ്റ് ദ സിന്റാക്സ് ഓഫ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്, ലൂപ്പിന്റെ എല്ലാ സിന്റാക്സും പഠിച്ചിരിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ എന്ത് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്, മിസ്സാക്കി കളയല്ല കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം ഡിഫറൻഷിയേറ്റ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. എന്താണ് ബ്രേക്കും കണ്ടിന്യൂ ഡിഫറൻസ് എന്താണ് മക്കളെ, അതൊരു ബോക്സ് സഹിതം പഠിച്ചിരിക്കുക, അതും മിസ്സാക്കി കളയില്. ആ ഡിഫറൻസ് അവിടെ ആ ബോക്സ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് അവിടെ പഠിച്ചു വെച്ചേക്കണേ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം എക്സ്പ്ലെയിൻ ബബിൾ സോർട്ട് അൽഗോരിതം. സോർട്ടിംഗ് അൽഗോരിതം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ബബിൾ സോർട്ട് അൽഗോരിതം. ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, ഇതിന്റെ എല്ലാ അൽഗോരിതം അതിന്റെ എക്സാമ്പിൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കി കളയാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം ആക്സസിങ് എലമെന്റ്സ് ഓഫ് എൻ അറേ. നമുക്ക് ഇപ്പം എന്താണ് 0th ഇൻഡെക്സ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂ. അപ്പൊ ആ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് അറയെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം അല്ലെ. ഫോർ എക്സാമ്പിൾ P0 ഫസ്റ്റ് എലമെന്റ് വരും, P1 സെക്കൻഡ് എലമെന്റ്. അത്തരത്തിൽ ആക്സസിങ് എലമെന്റ്സ് ഓഫ് എൻ അറേ ഉണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്നലെ പഠിപ്പിച്ചേട്ടോ. അത് ജസ്റ്റ് വളരെ പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം എക്സ്പ്ലെയിൻ മോഡുലാർ പ്രോഗ്രാം. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് കേട്ടോ. മെറിറ്റ്സും ഡിമെറിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, എന്താണ് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സിനേക്കാളും കൂടുതൽ മെറിറ്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വാട്ട് ഈസ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് മക്കളേക്കടാ strlen ഫംഗ്ഷൻ, strcpy എന്നാണ് strcpy ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ strcat ഫംഗ്ഷൻ, പിന്നെ എന്താ മക്കളെ, പിന്നെ strcmp i മെത്തേഡ് അല്ല. അപ്പൊ അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് മിസ്സാക്കി കളയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ സ്ട്രീം ഫംഗ്ഷൻ. സ്ട്രീം ഫംഗ്ഷൻസ് മക്കളെ ഇൻപുട്ട് ഫംഗ്ഷൻസ് ഒക്കെയാണ് മക്കളെ. ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷനും, പുട്ട് ഫംഗ്ഷനും ഉണ്ട്, റൈറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് സ്ട്രീം ഫംഗ്ഷൻസ് ഇതാണ് അല്ലെ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം ഡിഫറൻഷിയേറ്റ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ആ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ബോക്സ് സഹിതമുള്ള ഡിഫറൻസും അതിന്റെ എക്സാമ്പിളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കി കളയാൻ പാടില്ലാത്ത ഐറ്റംസ് ആണ്. സോ ഒരിക്കലും മിസ്സാക്കി കളയാൻ പറ്റത്തില്ല. സോ നമുക്ക് നോക്കാം സ്റ്റാർട്ട്. അപ്പം ഇതിന്റെ കൂടുതൽ വീഡിയോസും പിന്നെ എന്താണ് ഷോർട്സും ഒക്കെ വഴിയെ വരുന്നുണ്ട് മക്കളെ. അപ്പൊ എന്ത് ചെയ്യും, ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള നമ്മുടെ സൂപ്പർ സിസ്റ്റം എല്ലാവരും കാണുക. അവിടെ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഷുവർ ആയിട്ട് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല മക്കളെ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, സൂപ്പർ സിസ്റ്റം കാണുക മക്കളെ. അപ്പോൾ എല്ലാവർക്കും കാണാം. ബൈ.